അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്ന പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചാണ്. പ്രോട്ടീൻ പൗഡർ നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യുജിൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 100% വെജിറ്റേറിയൻ ആയിട്ടുള്ള നാച്ചുറൽ ഒരു പ്രോട്ടീൻ പൗഡർ ആണ് പരിചയപ്പെടുത്തുന്നത്. പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ പൗഡർ ആണ്. ഇതിപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആർക്കൊക്കെയാണ് നല്ലത്, ഇങ്ങനെയൊക്കെ കുറേ ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. നമ്മൾ പണ്ടൊരിക്കലും ഒരു പ്രോട്ടീൻ പൗഡറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അപ്പോൾ അതിനെല്ലാം ഒരു ക്ലിയർ ആയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഞാനൊരു പ്രോട്ടീൻ പൗഡർ പരിചയപ്പെടുത്തുന്നു കൂടിയുണ്ട്. നറിഷ്മെന്റ് നീഡ്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ അടിപൊളി പ്രോട്ടീൻ പൗഡർ ആണ്. നമ്മുടെ ചോക്ലേറ്റിന്റെ ടേസ്റ്റും ആ ഒരു ഫ്ലേവറിലുള്ള ഒരു പ്രോട്ടീൻ പൗഡർ ആണ് കേട്ടോ. പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു സോഴ്സ് ഓഫ് എനർജിയാണ്. നമുക്ക് നല്ല ഒരു എനർജി ഒക്കെ കിട്ടാനായിട്ട്, നമ്മുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു എനർജി ലഭിക്കുന്നതിനായിട്ടുള്ള ഒരു സംഭവമാണ് പ്രോട്ടീൻ പൗഡർ. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമുക്ക് കടല, പയർ, ഇതിന്ന് പരിപ്പ്, ഇതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. ഡെയിലി ഇതൊക്കെ കറക്റ്റായ അളവിലൊന്നും കഴിച്ചില്ലെങ്കിൽ നമുക്ക് പ്രോട്ടീൻ്റെ അഭാവം മൂലം ക്ഷീണവും തളർച്ചയും കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവാം. നമുക്ക് വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. ഇത് കൂടുതൽ പേര് ഇപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് മസിൽ ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ പറയുന്ന പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഉപയോഗിക്കേണ്ട രീതി പറയുമ്പോൾ പറയാം കേട്ടോ. വെയിറ്റ് കുറഞ്ഞവർക്കാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിനെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഉന്മേഷക്കുറവ്, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, ചർമ്മത്തിൽ പ്രശ്നങ്ങൾ, ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന്, അങ്ങനെ നൂറ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ക്ഷീണം, തളർച്ച, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാത്തിനും നമുക്ക് പ്രോട്ടീൻ്റെ അഭാവം കൊണ്ട് വരാറുണ്ട്. ഇതിനെല്ലാം പരിഹാരമായിട്ടും നമുക്ക് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. ചിലർക്ക് പറയാറില്ലേ, നഖത്തിന് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു, അതുപോലെ തന്നെ മുടിയാണെങ്കിലും പൊട്ടിപ്പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് പ്രോട്ടീൻ പൗഡർ. വിദേശ രാജ്യങ്ങളിലേക്ക് പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവർ ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളോ ഒന്നും പ്രോപ്പറായിട്ട് കഴിച്ചില്ലെങ്കിൽ അവരുടെ വർക്ക് പ്ലേസിൽ പ്രോട്ടീൻ പൗഡർ നമ്മൾ മിൽക്ക് ഷേക്ക് പോലെയൊക്കെ തയ്യാറാക്കി വെക്കും, അല്ലെങ്കിൽ ജസ്റ്റ് അത് തയ്യാറാക്കി വെച്ചിട്ട് ഇടയ്ക്ക് അവരിത് കഴിക്കും. അപ്പോൾ ഒരു മീല് അവർ സ്കിപ്പ് ചെയ്താൽ പോലും അവർക്ക് എനർജിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നവും വരില്ല. നന്നായിട്ട് വർക്ക് ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ ഉള്ള ഒരു എനർജി അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതാണ് അവർ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് വളരെ പോപ്പുലറാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആയി വരുന്നേ ഉള്ളൂ. ഒരുപാട് ആൺകുട്ടികളാണ് കൂടുതൽ അന്വേഷിക്കുന്നത്. പക്ഷേ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ കേട്ടോ പ്രോട്ടീൻ പൗഡർ. അങ്ങനെ അവർക്ക് മാത്രമായിട്ടുള്ള ഒന്നുമല്ല, നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ നറിഷ്മെന്റ് നീഡ്സിന്റെ പ്രോട്ടീൻ പൗഡറിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, അത് നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്നുകൂടി സെലക്ട് ചെയ്യുക. ഇതിൻ്റെ അകത്തുള്ളത് പയറും അതേപോലെ തന്നെ ആ പയർവർഗ്ഗങ്ങളും അതുപോലെ തന്നെ ബ്രൗൺ റൈസും ആണ് നമുക്ക് പ്രോട്ടീൻ ലഭ്യമാകാൻ വേണ്ടി ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പപ്പയ, പൈനാപ്പിൾ, ഗ്രേപ്സ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ഡൈജഷന് വളരെയേറെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ആപ്പിൾ സീഡ്, ഗ്രേപ്സിൻ്റെ സീഡ്സ്, ഇതൊക്കെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ, അതും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറേ വൈറ്റമിൻസ്, മിനറൽസ്, അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് എല്ലാം നമുക്ക് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുമ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നതിനാൽ തന്നെ പനിയും ജലദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടെ വരുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ ഒരു നറിഷ്മെന്റ് നീഡ്സിന്റെ പ്രോട്ടീൻ പൗഡറിന്റെ ഈ ഒരു ബോക്സിന്റെ അത് നല്ല അടിപൊളി ഒരു ബോക്സ് ആണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന്റെ ഈ സൈഡിൽ ഇതിൻ്റെ അകത്തുള്ള വൈറ്റമിൻസ്, മിനറൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൗ ടു യൂസ്, എങ്ങനെ യൂസ് ചെയ്യണം, എത്ര അളവിൽ യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. ഇതിപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടി ഉപയോഗിക്കുന്നവർക്ക് ആദ്യം പറയാം. ഞാനിത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് യൂസ് ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മുടെ ഒരു നേരത്തെ ഫുഡിൻ്റെ ഒപ്പം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഓവറായിട്ട് കഴിക്കാനുള്ള ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ, അമിതമായിട്ട് വിശപ്പുള്ളവരൊക്കെ ഉണ്ടാകും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതൊക്കെ നല്ല രീതിയിൽ തന്നെ കുറച്ച് കൊണ്ടുവരാനായിട്ട് ഇത് കഴിക്കുന്നതിലൂടെ സാധിക്കും. അപ്പോൾ ഫുഡിൻ്റെ ഒപ്പം കഴിക്കുക, അതിൻ്റെ കൂടെ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ഒപ്പം കഴിക്കുക. അങ്ങനെ ഇപ്പോൾ വെയിറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് എങ്ങനെ കഴിക്കാവുന്നുണ്ട്, അവർ ഫുഡിൻ്റെ ഒപ്പം കഴിക്കാതെ ഡിഫറെൻ്റ് ആയിട്ടൊരു ടൈമിൽ കഴിക്കുക, ഇടനേരത്ത് അങ്ങനെയൊക്കെ നമുക്ക് പാല് മിക്സ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് കഴിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരാണ്, മസിൽ ബിൽഡ് ചെയ്യാനൊക്കെ ഉള്ള ആൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജിമ്മിലൊക്കെ പോയി വന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് 1 മണിക്കൂറോ 2 മണിക്കൂറിനോ ഇടയ്ക്ക് നമ്മളിത് കഴിച്ചിരിക്കുക, അത് നല്ലതായിരിക്കും. അവർക്ക്
30 വയസ്സ് കഴിഞ്ഞവർക്ക് സെൽ ഡാമേജ് അതുപോലെ തന്നെ ബോണിനുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങാറുന്ന ഒരു പ്രായമാണല്ലേ. അപ്പോൾ തീർച്ചയായും ആ സമയത്ത് നമ്മൾ പ്രോട്ടീൻ കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പ്രോബ്ലം ഫിക്സ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതാക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. നാച്ചുറൽ കൊക്കോ പൗഡറും സ്റ്റീവിയ എന്ന് പറയുന്ന ലീവ്സിൻ്റെ എക്സ്ട്രാക്റ്റും ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറാണ് നമ്മുടെ ഒരു ചോക്ലേറ്റ് ഷേക്കിൻ്റെ ഒരു ഫ്ലേവറാണ് ഇത് ഉപയോഗിക്കുമ്പോൾ. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1999 രൂപയാണ്. ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ 999 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളം വേണം എടുക്കാനായിട്ട്. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവരും അത് തന്നെ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിൻ്റെ അകത്ത് ചെറിയൊരു സ്പൂണുണ്ട്, അതിൻ്റെ അകത്ത് ഒരു സ്കൂപ്പാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഒരു ചോക്ലേറ്റിൻ്റെ മണം ഇപ്പം തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒറ്റയടിക്ക് തന്നെ കുടിക്കണമെന്നില്ല. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരൊക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഒരു ബോട്ടിൽ ഒഴിച്ച് വെച്ചാൽ ഇതൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് കുടിക്കാം. ആ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രോട്ടീൻ പൗഡറിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ പ്രോട്ടീൻ പൗഡർ ഏതെങ്കിലും യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഡൗട്ട്സുകളൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.